ലൈഫിൽ ഞാൻ എന്താ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ന് നമ്മൾ ഒരു യാട്ടിന് പെട്രോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ഇപ്പോൾ വർക്കും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇത് ടെക്നിക്കലി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടിയിട്ട് വേറൊരു ബോട്ട് നമ്മളിപ്പോൾ വലിച്ചുകൊണ്ട് പോവുകയാണ് പെട്രോൾ പമ്പിലേക്ക്. ഇതിനൊക്കെ ഫുൾ ടാങ്ക് അടിക്കാൻ എത്രയോ? അറൗണ്ട് ഒരു 10,000 dirhams. 10,000 എത്ര കിലോമീറ്റർ പോകാൻ പറ്റും? ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ എത്ര RPM യൂസ് ചെയ്യുന്നു, സ്പീഡ് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടിരിക്കും. പിന്നെ എഞ്ചിൻ വോൾവോ ആണ്, അത്ര കൺസപ്ഷൻ ഇല്ല, കുറവാണ്. അറൗണ്ട് നമുക്കൊരു 100 hours റൺ ചെയ്യാം നോർമൽ സ്പീഡിലാണെങ്കിൽ. സോ ഇതാണ് നമ്മുടെ യാട്ടിന്റെ പെട്രോൾ പമ്പ് വരുന്നത്. സോ ഇവിടെ ഇങ്ങനെ വരിക, ഇങ്ങനെ അടുപ്പിച്ചിടുക, പെട്രോൾ അടിക്കുക, എന്നിട്ട് പോവാം. ഇപ്പോൾ നമ്മൾ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടത്? നമ്മൾ അറൗണ്ട് ഒരു 10,000 dirhams. അതായത് നാട്ടിൽ ഏകദേശം 3 ലക്ഷം രൂപ അടുപ്പിച്ച് അതെ ഇതിനകത്ത്. അതെ, സമ്മതിക്കണം കേട്ടോ. ഇതാണ് ഗൈസ് യാട്ടിന് അടിക്കാൻ പോകുന്ന പെട്രോൾ പമ്പിന്റെ നോസിൽ വരുന്നത്. ഇതിന്റെ ടാങ്ക് എവിടെ ആയിരുന്നു? അവിടെയാ? അപ്പൊ ഈ സൈഡിൽ 5000 അടിക്കും, അപ്പുറത്തെ സൈഡിൽ 5000 അടിക്കില്ലേ? അങ്ങനെ പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആസ് ഐ സെഡ്, ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു യാട്ടോ കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഇൻറ്റീരിയർ കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഏകദേശം 25 ദിവസത്തിന് ശേഷം ഇതിൻ്റെ കോല ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഫുള്ളി റീഫർബിഷ് ചെയ്ത് പക്ക ഒരു ഒരു ബാറ്റ്മാൻ തീമില്ലേ, ആ രീതിയിലൊക്കെ ആക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 എഞ്ചിൻ നോക്കി ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് ഈ യാട്ടിന് പെട്രോൾ അടിച്ച വീഡിയോനെ പറ്റി തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്ത് തരാം.